So, നമുക്ക് മൊഡ്യൂൾ 4 നോൺ യൂണിഫോം ഫ്ലോ ത്രൂ ഓപ്പൺ ചാനൽസിലുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ അതിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മിനിമം സ്പെസിഫിക് എനർജി ഇൻ ടേംസ് ഓഫ് ക്രിട്ടിക്കൽ ഡെപ്ത് ഒന്ന് ഡെറൈവ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. മിനിമം സ്പെസിഫിക് എനർജി ഇൻ ടേംസ് ഓഫ് ക്രിട്ടിക്കൽ ഡെപ്ത്. അവിടെ എനർജിയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം, E is equal to എന്താ, H plus Q square divided by 2G into H square ആണ്. അപ്പോ when specific energy is minimum, അതായത് ഈ മിനിമം ആവുന്ന കണ്ടീഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. when specific energy is minimum, specific energy minimum ആകുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് depth of flow is critical and hence the above equation become. അപ്പൊ depth of flow എന്ന് പറയുന്നത് ഇവിടെയുള്ള H എന്ന് പറയുന്നത് എന്താവും, will be HC ആവും, അതായത് critical depth ആവും. depth of flow എന്ന് പറയുന്നത് എന്താവും, flow is critical and hence the equation become, equation എന്താവുന്നു, HC plus Q square, HC plus Q square the whole divided by 2G into HC square now. അല്ലേ, ഡെപ്ത് എന്തായി, ക്രിട്ടിക്കൽ ഡെപ്ത് ആയി. ഓക്കെ, ഇനി അതാണ് മിനിമം സ്പെസിഫിക് എനർജി കണ്ടീഷൻ ആണ്. സോ ഈ equation നിന്ന് എനിക്ക് HC is equal to എനിക്ക് എങ്ങനെ എഴുതാം, HC is equal to Q square divided by G the whole raised to 1/3 എന്നുള്ള കാര്യം എനിക്ക് അറിയാലോ. HC is equal to, അതായത് ഓൾറെഡി ക്രിട്ടിക്കൽ ഡെപ്തിന്റെ എക്സ്പ്രഷൻ എനിക്ക് അറിയാം. HC is equal to Q square the whole divided by G, Q square the whole divided by G into 1 divided by 3 അല്ലെ. അപ്പൊ അതിൽ നിന്ന് HC cube is equal to Q square divided by G എന്നല്ലേ. ഇവിടെ ഞാൻ ക്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ HC cube is equal to Q square divided by G എന്ന് എനിക്ക് കിട്ടൂലേ. അപ്പൊ ആ കിട്ടിയ വാല്യൂ, അതായത് Q square divided by G, അതായത് ഈ എക്സ്പ്രഷനിൽ ഉണ്ടല്ലോ Q square divided by G എന്ന് പറയുന്ന എക്സ്പ്രഷൻ എനിക്ക് അവിടെ ഇല്ലേ. അവിടെ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും, HC ക്യൂബ് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. കാരണം HC cube is equal to എനിക്ക് എത്ര കിട്ടും, HC cube is equal to എനിക്ക് ഇവിടെ കിട്ടിയ വാല്യൂ എത്രയാണ്, Q square divided by G എന്ന് കിട്ടി. HC cube is equal to Q square divided by G എന്ന് കിട്ടി. അപ്പോ ഫസ്റ്റ് ഈ ഇക്വേഷൻ, അതായത് ഈ മിനിമത്തിന്റെ ഇക്വേഷനിലുള്ള ഇവിടെയുള്ള Q square divided by G ക്ക് എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, HC cube എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കിയേ, ഇവിടെ HC cube ആണ്, ഇവിടെ HC square ആണ്. അപ്പൊ അത് രണ്ടും ക്യാൻസൽ ആയി പോയാൽ എനിക്ക് എന്ത് കിട്ടും, HC കിട്ടൂലെ, HC എന്ന് കിട്ടൂലെ. അപ്പൊ ഇവിടെ എന്തുണ്ട്, HC plus HC divided by 2 ഉണ്ട്. സോ മിനിമം സ്പെസിഫിക് എനർജി എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ മിനിമം is equal to 3 HC the whole divided by 2 ആയിരിക്കും. ഓക്കെ, the discharge of water through a rectangular channel of width 8 meter. അവിടെയുള്ള width, അതായത് B യുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് എത്രയാണ്, 8 meter ആണ് എന്നുള്ള കാര്യം ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈസ് അവിടെയുള്ള ഡിസ്ചാർജ് എത്രയാ, 15 meter cube per second. Q ന്റെ വാല്യൂ എത്ര പറഞ്ഞിട്ടുണ്ട്, 15 meter cube per second ആണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ Q is equal to 15 meter cube per second ആണ് എന്നുള്ള കാര്യവും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് എത്രയാ, 1.2 മീറ്റർ. അപ്പൊ H is equal to എത്രയാന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, 1.2 മീറ്റർ. അതായത് ഈ മോഡൽ ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, കാൽക്കുലേറ്റ് സ്പെസിഫിക് എനർജി ഓഫ് ദ ഫ്ലോയിങ് വാട്ടർ. അവിടെയുള്ള സ്പെസിഫിക് എനർജിയാണ് ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോ ഇവിടെ Q is equal to small q എന്ന് വെച്ചാൽ എന്താ, ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് അല്ലേ സ്മോൾ q എന്ന് പറയുന്നത്. സ്മോൾ q is equal to ക്യാപിറ്റൽ Q the whole divided by B എന്ന് പറയുന്നതാണ്. അവിടെ ക്യാപിറ്റൽ Q ന്റെ വാല്യൂ എനിക്ക് അറിയാം 15 meter cube per second ആണ്, B യുടെ വാല്യൂ എനിക്ക് അറിയാം 8 meter ആണ്. സോ അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനിക്ക് സ്മോൾ q is equal എത്ര കിട്ടി, 1.875 എന്ന് എനിക്ക് കിട്ടൂലേ. 1.875 meter cube per second എന്ന് Q ന്റെ വാല്യൂ. ഇനി വെലോസിറ്റി V is equal എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, വെലോസിറ്റി V is equal to Q by A ആണ് അല്ലെ. വെലോസിറ്റി V is equal to Q by A ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ Q ന്റെ വാല്യൂ എത്രയാണ്, 15 ആണ്, A യുടെ വാല്യൂ 8 into 1.2 ആണ്. സോ ടോട്ടൽ എത്ര കിട്ടും, 1.5625 meter per second എന്ന് കിട്ടും അല്ലെ. 1.5625 meter per second എന്ന് എനിക്ക് ഇവിടെ എന്ത് കിട്ടുന്നു, ആൻസർ കിട്ടുകയാണ്. ഇനി സ്പെസിഫിക് എനർജി E is equal എങ്ങനെ കണ്ടുപിടിക്കാം, E is equal to H plus V square divided by 2G ആണ്. E is equal to H plus V square divided by 2G ആണ് എന്നുള്ള കാര്യം എനിക്കറിയാം. അവിടെ H ന്റെ വാല്യൂ 1.2 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ V യുടെ വാല്യൂ എത്രയെന്ന് കിട്ടി, ഇവിടെ 1.5625 meter per second ആണെന്നുള്ള കാര്യം കിട്ടി. G അറിയാം 9.81. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടി, E is equal to E യുടെ വാല്യൂ എത്ര കിട്ടുന്നു, 1.324 meter എന്ന് കിട്ടും. ക്രിട്ടിക്കൽ ഡെപ്ത് ആണ് അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ക്രിട്ടിക്കൽ ഡെപ്തിന്റെ എക്സ്പ്രഷൻ എനിക്ക് അറിയാലോ, എന്താ ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് മറന്നു പോരുതേ. റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. HC is equal to Q square the whole divided by G, Q square the whole divided by G the whole raised to 1/3 എന്നുള്ളതാണ് എക്സ്പ്രഷൻ അല്ലെ. അവിടെ
ക്യൂവിന്റെ വാല്യൂ എനിക്കറിയാം 1.875 ആണെന്ന് ഞാൻ ആദ്യമേ കണ്ടുപിടിച്ചു. ഡിസ്ചാർജ് പെർ വിഡ്ത്ത് ആണ് കണ്ടുപിടിച്ചു. അതുപോലെ ജിയുടെ വാല്യൂ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? HC is equal to HLCയുടെ വാല്യൂ എത്ര കിട്ടി? 0.71 മീറ്റർ എന്ന് കിട്ടുന്നു. 0.71 മീറ്റർ എന്ന് കിട്ടും. ഇനി ക്വസ്റ്റനിൽ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ക്രിട്ടിക്കൽ വെലോസിറ്റി ആണ്. കാരണം ക്രിട്ടിക്കൽ ഡെപ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ക്രിട്ടിക്കൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താ? ഇത് മറന്നു പോരുത്. BC is equal to root of G into HC. സിമ്പിൾ അല്ലേ? BC is equal to root of G into HC ആണ്. HC യുടെ വാല്യൂ അറിയാലോ, G യുടെ വാല്യൂ അറിയാലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2.639 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? മിനിമം സ്പെസിഫിക് എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുമ്പ് ഡിറൈവ് ചെയ്തു. ഇക്വേഷൻ ഫോർ മിനിമം സ്പെസിഫിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വേഷൻ ഫോർ മിനിമം സ്പെസിഫിക് എനർജി എന്ന് പറഞ്ഞാൽ 3hc divided by 2 ആണ്. 3hc the whole divided by 2 ആണ് അല്ലെ? അവിടെ hc യുടെ വാല്യൂ 0.71 ആണ്. അപ്പൊ 3 into 0.71 divided by 2 is equal to എത്ര കിട്ടി? 1.065 എന്ന് കിട്ടുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ. The specific energy for a 5 meter wide, specific energy 5 meter wide rectangle channel is to be 4 kilonewton meter per newton if the rate of flow of water through the channel is 20 meter cube per second. Determine the alternate depth കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ B യുടെ വാല്യൂ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. B is equal എത്രയാ പറഞ്ഞിരിക്കുന്നത്? B is equal to 5 meter ആണ് എന്നുള്ള കാര്യം ക്വസ്റ്റനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. B is equal to 5 meter. E യുടെ വാല്യൂ എന്ന് പറയുന്നത് എത്ര പറഞ്ഞിട്ടുണ്ട്? 4 ന്യൂട്ടൺ മീറ്റർ പെർ മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? 4 ന്യൂട്ടൺ മീറ്റർ പെർ ന്യൂട്ടൺ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ വിച്ച് ഇസ് ഈക്വൽ എത്രയാണ്? 4 മീറ്റർ ആണ്. എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. ഇവിടെ ന്യൂട്ടൺ മീറ്റർ പെർ ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പൊ 4 മീറ്റർ ആണെന്നുള്ള കാര്യം അറിയാം. ഇനി ക്യൂവിന്റെ വാല്യൂ അറിയാലോ. ക്യൂ ഇസ് ഈക്വൽ എത്രയാണ്? 20 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് ക്യൂവിന്റെ വാല്യൂ. 20 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറയുന്നതാണ് എന്തിന്റെ വാല്യൂ? ക്യൂവിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതും കിട്ടി. ഇനി E is equal എങ്ങനെ കണ്ടുപിടിക്കാം? E is equal to H plus V square divided by 2G അല്ലേ? E is equal to എത്രയാണ്? H plus V square divided by 2G ആണ് എനർജി, അതായത് സ്പെസിഫിക് എനർജി കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ. അവിടെ എനിക്ക് എന്തറിയാം? V കണ്ടുപിടിക്കണം. കാരണം Hന്റെ വാല്യൂ ക്വസ്റ്റനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. Hന്റെ വാല്യൂ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടില്ല. അതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? V is equal to കണ്ടുപിടിക്കാമല്ലോ. V is equal to ഡിസ്ചാർജ് പെർ ഏരിയ ആണ് എന്നുള്ള കാര്യം എനിക്കറിയാം. V കണ്ടുപിടിക്കാം. ഡിസ്ചാർജ് പെർ ഏരിയ. ഡിസ്ചാർജ് 20 ആണ്. H എനിക്കറിയില്ലേ? V into H ആണ്. അവിടെ H അല്ല. അപ്പൊ ഇൻ ടേംസ് ഓഫ് H ആണ് ഞാൻ വെലോസിറ്റി എഴുതുന്നത്. V is equal to 4/h എന്ന് പറഞ്ഞ് എഴുതുകയാണ്. ഇനി സ്പെസിഫിക് എനർജി എക്സ്പ്രഷന്റെ പ്ലേസിൽ ഈ H ന്റെ വാല്യൂ ഞാൻ അറിയില്ലല്ലോ, അൺനോൺ ആണ്. V യുടെ വാല്യൂ എന്താ? 4/h ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? H plus 8 divided by G into H square എന്ന് എനിക്ക് അവിടെ എന്ത് കിട്ടുന്നു? ആൻസർ. അത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് H plus 8 divided by G into H square എന്നാണ്. ഇനി E is equal എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 4 ആണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ 4 is equal to ഈ പറയുന്ന എക്സ്പ്രഷൻ എനിക്ക് എഴുതാമല്ലോ. H plus 8 divided by 9.81 H square ആണ്. From that ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നു. ആ കിട്ടുന്ന ഇക്വേഷൻ ഞാൻ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് H ന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിട്ട് കിട്ടും? ട്രയൽ ആൻഡ് എറർ വഴിയാണ് സോൾവ് ചെയ്യുന്നത്. ആൻസർ എത്ര കിട്ടി? 3.93 0.48 ബൈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴിയാണ് ഇത് ഞാൻ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. കുറച്ച് സ്പീഡിന് പറയാണ് കേട്ടോ, കാരണം അല്ലെങ്കിൽ അത്യാവശ്യം ലെങ്ത് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. സോ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇതും ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. എ സ്ലൂയിസ് ഗീ discharges water into a horizontal rectangular channel with a velocity of 6 meter per second. അപ്പോൾ അവിടെ V1 velocity എന്ന് പറയുന്ന ക്വസ്റ്റനിൽ ആദ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. എത്രയാ? 6 meter per second ആണ് എന്നുള്ള കാര്യം ക്വസ്റ്റനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്, അതായത് D1 ന്റെ വാല്യൂ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. D1 is equal എത്രയാ ക്വസ്റ്റനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്? D1 is equal to 0.4 മീറ്റർ ആണ് എന്നുള്ള കാര്യം ക്വസ്റ്റനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. D1 ന്റെ വാല്യൂ എത്രയാ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത്? 0.4 മീറ്റർ ആണ് D1 ന്റെ വാല്യൂ ആയിട്ട് ക്വസ്റ്റനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി ഡിറ്റർമിൻ the width of the channel. അവിടെ width of the channel ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയാ? width of the channel is equal to 8 മീറ്റർ ആണ് എന്നുള്ള കാര്യം ക്വസ്റ്റനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. width of the channel, അതായത് B യുടെ വാല്യൂ എന്ന് പറയുന്നത് B is equal to 8 മീറ്റർ ആണ് എന്നുള്ള കാര്യം ക്വസ്റ്റനിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. Determine whether a hydraulic jump will occur and if so, find its height and loss of energy per kilogram of water. അപ്പൊ അവിടെ ഹൈഡ്രോളിക് ജമ്പ് സംഭവിക്കും എന്നുള്ള കാര്യം നോക്കണം. അതുപോലെ തന്നെ അവിടെയുള്ള ഹൈറ്റും ലോസ് ഓഫ് എനർജി പെർ കിലോഗ്രാം നമ്മൾ എന്ത് ചെയ്യുക? ഡിറ്റർമിൻ ചെയ്യുക. ഓൾസോ ഡിറ്റർമിൻ ദ പവർ ലോസ് ഇൻ ദ ഹൈഡ്രോളിക് ജമ്പ്. പവർ ലോസും കൂടെ എന്ത് ചെയ്യുക? അവിടെ കാൽക്കുലേറ്റ് ചെയ്യുക.
ഇനി ഇവിടെ ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതായത് Q ഈസ് ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്യുക. Q ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ Q ദ ഹോൾ ഡിവൈഡ് ബൈ B ആണ് അല്ലെ. ക്യാപിറ്റൽ Q ദ ഹോൾ ഡിവൈഡ് ബൈ B ഈസ് ഈക്വൽ ടു V1 ഇൻറ്റു ഏരിയ ദ ഹോൾ ഡിവൈഡഡ് ബൈ B ആണ് എന്നുള്ള കാര്യം അറിയാലോ. ഏരിയ എന്ന് വെച്ചാൽ എന്തായിരിക്കും? B1 into D അല്ലെ. D1 into B എന്ന് പറയുന്നതാണ് ഏരിയ. സോ ആ B and B will get cancelled. Answer V1 into D1. V1 is equal to 6 ആണ്. D1 is equal to 0.4. So the final answer is the value of discharge per unit with Q, small q is equal to 2.4 meter cube per second എന്ന് കിട്ടും. ഇനി നമുക്ക് ഹൈഡ്രോളിക് ജമ്പിന്റെ കാര്യം നമുക്ക് പറയുന്നതിന് മുമ്പ് നമ്മൾ ഓർമ്മിക്കുക, ഫ്രൂട്ട്സ് നമ്പർ നമുക്ക് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഹൈഡ്രോളിക് ജമ്പ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടോ ഇല്ലയോ എന്ന്. കാരണം ഫ്രൂട്ട്സ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഫ്രൂട്ട്സ് നമ്പറിന്റെ വാല്യൂ, അതായത് ഫ്രൂട്ട്സ് നമ്പറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? there will be ഷൂട്ടിംഗ് ഫ്ലോ ആയിരിക്കും അല്ലെ. അവിടെ ഉണ്ടാവുന്ന ഫ്ലോ എന്ന് പറയുന്നത് ഷൂട്ടിംഗ് ഫ്ലോ ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യം അവിടെ ഉണ്ടാവുന്നത് ഷൂട്ടിംഗ് ഫ്ലോ ആണോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. ഷൂട്ടിംഗ് ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അപ്സ്ട്രീം സൈഡിൽ ഷൂട്ടിംഗ് ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ അൺസ്റ്റേബിൾ ഫ്ലോ ആണ്. അപ്പൊ അത് തന്നെ സ്വയം എന്ത് ചെയ്യും? സ്ട്രീം ഫ്ലോ ആയിട്ട്, ഈ ഷൂട്ടിംഗ് ഫ്ലോ തന്നെ എന്തായിട്ട് മാറാൻ? സ്ട്രീമിംഗ് ഫ്ലോ അല്ലെങ്കിൽ സ്ട്രീം ഫ്ലോ ആയിട്ട് മാറുന്നതിനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അതിനു വേണ്ടി അത് ചെയ്യുന്നത് എന്താ? ജസ്റ്റ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? റേസ് ചെയ്യും. ആ ഹൈറ്റ് റേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഫ്രൂട്ട്സ് നമ്പറിന്റെ വാല്യൂ എങ്ങനെയാ വരുന്നത് നോക്കാം. ഗ്രേറ്റർ ദാൻ 1 ആണെന്നുള്ളത് നോക്കാം. അപ്പൊ ഫ്രൂട്ട്സ് നമ്പർ FE1 is equal to V1 divided by root of GD1 ആണ്. അതായത് V divided by root GD എന്ന് പറയുന്ന എക്സ്പ്രഷൻ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 6 divided by 9.81 into 0.4 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.3.029 എനിക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പൊ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അവിടെ എന്ത് ഫ്ലോ ആണ്? ഷൂട്ടിംഗ് ഫ്ലോ ആണ്. ഓൺ ദ അപ്സ്ട്രീം സൈഡ് അൺസ്റ്റേബിൾ ഫ്ലോ ആണ്. ആൻഡ് ഇറ്റ് വിൽ ബി കൺവേർട്ട് ഇറ്റ്സെൽഫ് ഇൻടു സ്ട്രീമിംഗ് ഫ്ലോ. അത് സ്ട്രീമിംഗ് ഫ്ലോ ആയിട്ട് മാറുന്നത് എങ്ങനെയാ? ബൈ റേസിംഗ് ദ ഹൈറ്റ് ആൻഡ് ഹെൻസ് ഹൈഡ്രോളിക് ജമ്പ് ഈസ് ടേക്ക് പ്ലേസ്. അപ്പോൾ ഹൈഡ്രോളിക് ജമ്പ് ഉണ്ട്. നമുക്ക് ആദ്യത്തെ ആൻസർ കിട്ടി. ഇനി ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് കണ്ടുപിടിക്കുക. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? D2 കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ എന്താ? D2 is equal to D1 by 2 the root of 1 plus 8 FE1 the whole square minus 1 ആണ് അല്ലെ. അപ്പൊ അവിടെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 1.525 മീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഇനി ഹൈറ്റ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ്, ഡെപ്ത് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് കിട്ടിയല്ലേ. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കണം എന്താ? ഹൈറ്റ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് കണ്ടുപിടിക്കാൻ പോകണം. ഹൈറ്റ് ഓഫ് എക്സ്പ്രഷൻ എന്തായിരിക്കും? D2 minus D1 എന്ന് പറയുന്നതാണ് ഹൈറ്റ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്ന് പറയുന്നത്. അവിടെ D2 ന്റെ വാല്യൂ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലേ? D1 ന്റെ വാല്യൂ എനിക്ക് അറിയാം. സോ ആൻസർ എന്തായിരിക്കും? 1 അതായത് 1.525 minus 0.4 is equal to 1.125 മീറ്റർ എന്ന് എനിക്ക് അവിടെ എന്ത് കിട്ടുന്നു? ആൻസർ കിട്ടുന്നു. ലോസ് ഓഫ് എനർജി പെർ കിലോഗ്രാം ഓഫ് വാട്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? HL കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ മറന്നു പോകരുത്. HL is equal to D2 minus D1 the whole cube. D2 minus D1 the whole cube divided by 4D1 D2 ആണ്. D2 minus D1 the whole cube divided by 4D1 D2 ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ 0.5835 മീറ്റർ പെർ കിലോഗ്രാം ഓഫ് മീറ്റർ പെർ കിലോഗ്രാം ഓഫ് വാട്ടർ എന്നുള്ള കാര്യം എനിക്ക് ഇവിടെ കിട്ടും. ഇനി പവർ ഇൻ കിലോ വാട്ട് കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ എന്താ? P is equal to rho g Q into HL divided by 1000 ആണ്. അവിടെ എനിക്ക് Q കണ്ടുപിടിക്കണം അല്ലെ. Q എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? Q കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ എനിക്ക് അറിയാലോ. V1 D1 into V ആണ് Q കണ്ടുപിടിക്കുന്ന എക്സ്പ്രഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 19.2 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. സോ ആ വാല്യൂ എന്ത് ചെയ്യുന്നു? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. therefore പവർ P is equal to, ആദ്യം റോയുടെ വാല്യൂ കൊടുക്കുക, വാട്ടർ ആണ് 1000 ആണ് എന്നുള്ള കാര്യം എനിക്കറിയാം. 1000 into G യുടെ വാല്യൂ എന്ന് പറയുന്നത് 9.81 ആണ്. G യുടെ വാല്യൂ 9.81 into Q ന്റെ വാല്യൂ എത്രയാ? 19.2 ആണ്. Q ന്റെ വാല്യൂ 19.2 into HL ന്റെ വാല്യൂ എത്രയാ? 0.58 ആണ്. HL ന്റെ വാല്യൂ 0.5 ആണെന്നുള്ള കാര്യം അറിയാം. The whole divided by എന്ത് ചെയ്യുക? 1000 ചെയ്യുക. So the final answer will be 109.9 കിലോവാട്ട് എന്ന് എനിക്ക് ആൻസർ കിട്ടുന്നു. ഇത് ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഒരു 1-2 പ്രാവശ്യം എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക.